ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ? സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ? ഏകദേശം ഒരു ഐഡിയാസൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. മീൻസ് ഇതിനകത്ത് കുറേ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വേർഡ്സൊക്കെ വരുമ്പോൾ ഇത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യം ആദ്യം പറയുകയാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മെയിനായിട്ട് 4 ക്യാവിറ്റീസാണ് ഉള്ളത്. ക്യാവിറ്റീസ് മീൻസ് അറകൾ. 4 അറകളാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഒന്നാമത്തത് സ്കൾ ക്യാവിറ്റി, രണ്ടാമത്തത് തൊറാസിക് ക്യാവിറ്റി, മൂന്നാമത്തത് അബ്ഡോമിനൽ ക്യാവിറ്റി, നാലാമത്തത് പെൽവിക് ക്യാവിറ്റി. ഈ ഒന്നാമത്തെ സ്കൾ ക്യാവിറ്റി നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തലയുടെ മൂർത്താവ് മുതൽ നമ്മുടെ താടിയുടെ താഴ്ഭാഗം വരെയാണ് സ്കൾ ക്യാവിറ്റി. മനസ്സിലായോ? അതായത് നമ്മുടെ ഫേസ് ഹെഡ് കംപ്ലീറ്റ് വരുന്നത് സ്കൾ ക്യാവിറ്റി. പിന്നെ നമ്മുടെ അതായത് നെക്ക് മുതൽ കഴുത്ത് മുതൽ നമ്മുടെ ചെസ്റ്റിൻ്റെ തൊട്ട് താഴ്ഭാഗം വരെ, അതായത് ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗം വരെ ആണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കിവിടെ ചെറിയ കുട്ടികളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തൊറാസിക് ക്യാവിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ തൊണ്ടയിലൊരു ചെറിയ കുഴിയുണ്ട്. ആ കുഴി മുതൽ ആ കുഴിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു എല്ലുണ്ട്, ബോണ്. ആ ബോൺസ് ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മെലിഞ്ഞ കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ തൊണ്ടയിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു എല്ലിനെ പറയുന്ന പേരാണ് സ്റ്റേണം. എന്താണ്? സ്റ്റേണം. നെഞ്ചെല്ല് എന്നാണ് അതിനെ പറയുന്നത്. നെഞ്ചെല്ല്. നമ്മുടെ നെഞ്ചിനകത്ത് കാണപ്പെടുന്ന ആ എല്ലിനെ പറയുന്ന പേരാണ് സ്റ്റേണം. അപ്പോൾ ഈ സ്റ്റേണം സ്റ്റാർട്ട് ചെയ്തിടത്ത് നിന്ന് തുടങ്ങി സ്റ്റേണം അവസാനിക്കുന്നത് വരെയാണ് തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ സ്റ്റേണം അവസാനിക്കുന്നിടത്തൊരു ഡയഫ്രം ഉണ്ട്, അതായത് ഒരു മെംബ്രെയിൻ. മനസ്സിലായോ? ഇതിനെ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിനെയും അബ്ഡോമിനൽ ക്യാവിറ്റിനെയും ഡിഫറെൻ്റ് ആക്കിക്കൊണ്ട്, അതായത് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഡയഫ്രം ഉണ്ട് ഇൻറ്റേർണലി. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേണത്തിൻ്റെ സ്റ്റാർട്ടിങ് നിന്ന് സ്റ്റേണം അവസാനിക്കുന്നത് വരെയാണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ഉള്ളത്. ഇനി സ്റ്റേണം അവസാനിക്കുന്നിടത്തു നിന്ന് തുടങ്ങിയിട്ട് പൊക്കിൾ വരെയാണ് അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. പൊക്കിൽ നിന്ന് താഴേക്കാണ് പെൽവിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ 4 അറകളാണ് ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഓക്കെ. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മളെ സഹായിക്കുന്ന മെയിൻ ഓർഗൻസിനെ കുറിച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. ഹാർട്ട് ഈസ് എ കോൺ ഷേപ്പ്ഡ് ഹോളോ മസ്കുലാർ ഓർഗൻ. ഹാർട്ട് എന്ന് പറയുന്നത് കോൺ ഷേപ്പിലുള്ള ഉള്ളിപ്പൊള്ളയായ ഒരു മസ്കുലാർ ഓർഗനാണ്. അതായത് മസിൽസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ദ അപ്പർ സർഫേസ് ഓഫ് ദി ഹാർട്ട് ഈസ് കോൾഡ് ബേസ് ആൻഡ് ദി ലോവർ സർഫേസ് ഓഫ് ദി ഹാർട്ട് ഈസ് കോൾഡ് അപെക്സ്. അതായത് ഹാർട്ടിൻ്റെ മുകൾ ഭാഗത്തിന്, മുകളിലുള്ള ഉപരിതലത്തിന് ബേസ് എന്നും താഴത്തെ ഉപരിതലത്തിന് അപെക്സ് എന്നും പറയുന്നു. ഇനി പൊസിഷൻ ഓഫ് ഹാർട്ട്, നമ്മുടെ ശരീരത്തിൽ ഏത് പൊസിഷനിലാണ് ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ദ ഹാർട്ട് ഈസ് ലൈസ് ഇൻ ദി തൊറാസിക് ക്യാവിറ്റി ബിറ്റ്വീൻ ദി ലങ്സ് ആൻഡ് ബിഹൈൻഡ് ദി സ്റ്റേണം. നമ്മുടെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത് തൊറാസിക് ക്യാവിറ്റിയിൽ 2 ലങ്സുകൾക്ക് ഇടയിലായിട്ട് നമ്മുടെ സ്റ്റേണം, നെഞ്ചെല്ലിൻ്റെ അരികിലായിട്ടാണ് ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? തൊറാസിക് ക്യാവിറ്റിയിൽ 2 ലങ്സുകൾക്കിടയിലായിട്ട് സ്റ്റേണത്തിൻ്റെ അരികിലായിട്ടാണ് നമ്മുടെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നോക്കാം. ദ ഹാർട്ട് ഈസ് എബൌട്ട് ദി സൈസ് ഓഫ് എ ക്ലോസ്ഡ് ഫിസ്റ്റ്. ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുടെ വലിപ്പമാണ് ഹാർട്ടിന് ഉള്ളത്. ദി അഡൽട്ട് ഹാർട്ട് വെയ്റ്റ് ഈസ് 300 ഗ്രാം.
അഡൽട്ടായിട്ടുള്ള മച്ചുറായിട്ടുള്ള ഹാർട്ടിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 300 ഗ്രാമാണ്. ദ ഹാർട്ട് ഈസ് ഡിവൈഡഡ് ബൈ സെപ്റ്റം. ഹാർട്ടിനെ സെപ്റ്റം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 സൈഡായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ 2 സൈഡ് ഏതാണ്? ദർ ആർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ്. റൈറ്റും ലെഫ്റ്റും സൈഡുകളാണത്. ഈച്ച് സൈഡ് ഓഫ് ദി ഹാർട്ട് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2 ചേംബർ. ഇനി റൈറ്റ് സൈഡിനെയും ലെഫ്റ്റ് സൈഡിനെയും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫർദർ ഡിവൈഡഡ് ഇൻ ടു 2 ചേംബർ. 2 അറകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഓറിക്കിൾ ആൻഡ് വെൻട്രിക്കിൾ. അറകളെ പറയുന്നത് ഓറിക്കിൾ എന്നും വെൻട്രിക്കിൾ എന്നുമാണ്. ദി അപ്പർ 2 ചേംബേഴ്സ് ആർ കോൾഡ് ഓറിക്കിൾസ്. മുകളിലുള്ള 2 ചേംബേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓറിക്കിൾസ്. താഴത്തെ 2 ചേംബേഴ്സിനെ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾസ്. ഇതൊക്കെ നിങ്ങൾ ആ വീഡിയോ ഉള്ളിലുണ്ടായിരിക്കണം കേട്ടോ. ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ബേസിക്കായിട്ട് നിങ്ങൾക്ക് എടുത്തുന്ന വീഡിയോ ഉള്ളിലുണ്ടായിരിക്കണം, മീൻസ് മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. The auricle and ventricle of each side communicate with one another by means of auriculoventricular valves. അതായത് ഓറിക്കിളും വെൻട്രിക്കിളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഓപ്പണിംഗ് വഴിയാണ്. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിന് മെയിനായിട്ട് പറയുന്നത് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ്സ് എന്നാണ്. ഇനി ഇവർക്ക് ഓരോരോ പേരുകളൊക്കെ ഉണ്ട്, അത് പിന്നീട് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഓറിക്കിളിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഓറിക്കിളിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് വരാനും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്കതിനുള്ള വാൽവുകളുണ്ട്. ആ വാൽവുകളെ പറയുന്ന പേരാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ്സ്. On the right side by tricuspid valve and left side by bicuspid valve. റൈറ്റ് സൈഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവിനെ ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഓറിക്കുലർ വെൻട്രിക്കുലാർ വാൽവിനെ എന്തെന്ന് പറയുന്നു? ബൈക്കസ്പിഡ്. ചിലവർ മൈട്രൽ വാൽവ് എന്നും പറയും കേട്ടോ. ദ ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ്സ് പെർമിറ്റ്സ് ദി പാസേജ് ഓഫ് ബ്ലഡ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. അതായത് ഈ പറയുന്ന ട്രൈക്കസ്പിഡ് വാൽവും ബൈക്കസ്പിഡ് വാൽവും പെർമിറ്റ് ചെയ്യുന്നത് ഒരൊറ്റ പാസേജ് മാത്രമേ ഉള്ളൂ. വൺ വേ പാസേജ് മാത്രമേ ഡയറക്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ശ്രദ്ധിച്ചാൽ മതി, ആ പിക്കിൽ ഞാൻ മീൻസ് പിക്കിലല്ല വീഡിയോസിൽ ഞാൻ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓറിക്കിൾ അതായത് സോ നിങ്ങൾ റൈറ്റ് സൈഡ് മാത്രം ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിൽ റൈറ്റ് ഓറിക്കിളിലേക്ക് എത്തിയ ബ്ലഡ് റൈറ്റ് ഓറിക്കിൾ നിറയുമ്പോൾ എവിടേക്ക് വരുന്നു? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ഏത് ഓപ്പണിങ്ങിലൂടെ, ഏത് വാൽവിലൂടെ? ട്രൈക്കസ്പിഡ് വാൽവിലൂടെ. മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൾ നിറയുമ്പോൾ പൾമിനറി വാൽവ് വഴി പൾമിനറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പോകുന്നു അല്ലേ? അങ്ങനെ പോകുക എന്നല്ലാതെ എന്ത് സംഭവിക്കുന്നില്ല? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് തിരിച്ച് എവിടേക്ക് പോകുന്നില്ല? റൈറ്റ് ഓറിക്കിളിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരൊറ്റ പാസേജേ ഉള്ളൂ. റൈറ്റ് ഓറിക്കിളിൽ നിന്ന് ബ്ലഡ് എവിടേക്ക് വരിക? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരിക എന്നുള്ള വൺ വേ മെത്തേഡ് മാത്രമേ എവിടെ നടക്കുന്നുള്ളൂ? ട്രൈക്കസ്പിഡ് വാൽവിൽ നടക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ദ ഓറിക്കുലർ വെൻട്രിക്കുലാർ വാൽവ്സ് പെർമിറ്റ് ചെയ്യുന്നത് പാസേജ് ഓഫ് ബ്ലഡ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. ഒരു ഡയറക്ഷൻ മാത്രമേ പാസേജ് ഉള്ളൂ. ആൻഡ് ദേ പ്രിവെൻറ്റ് ദി ബ്ലഡ് ഫ്ലോവിങ് ബാക്ക്വേർഡ്. അത് തിരിച്ച് നമ്മുടെ വെൻട്രിക്കിളിൽ നിന്ന് ഓറിക്കിളിലേക്ക് പോവുക എന്നുള്ള ആ ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, തടയുന്നു. മനസ്സിലായോ? ദ ട്രൈക്കസ്പിഡ് വാൽവ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 ഫ്ലാപ്സ് ആൻഡ് ദി ബൈക്കസ്പിഡ് വാൽവ് ഈസ് ഓഫ് 2 ഫ്ലാപ്സ്. അതായത് ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ഫ്ലാപ്സ് ഇതളുകൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ബൈക്കസ്പിഡ് വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 ഫ്ലാപ്സ് 2 ഇതളുകൾ കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ദ ഹാർട്ട് ഈസ് കമ്പോസ്ഡ് ഓഫ് കാർഡിയാക് മസിൽസ്. ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മസിൽസ് ഏതാണ്? കാർഡിയാക് മസിൽസ് കൊണ്ടാണ് ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ലൈൻഡ് ബൈ എൻഡോത്തീലിയം. ഹാർട്ടിനെ ലൈൻ ചെയ്തുകൊണ്ട്, ആവരണം ചെയ്തുകൊണ്ടൊരു എൻഡോത്തീലിയം ഉണ്ട്. എൻഡോത്തീലിയം എന്ന ലൈനിങ് മെംബ്രെയിനാണ് ഉള്ളത്. ദ ഹാർട്ട് കൺസിസ്റ്റ് ഓഫ് 3 layers
ഹാർട്ടിന് 3 ലെയറുകളുണ്ട്, 3 പാളികൾ. അവ ഏതൊക്കെയാണ്? പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. അപ്പോൾ ഏറ്റവും ഔട്ടറിൽ കാണപ്പെടുന്ന ലെയറിനെ പെരികാർഡിയം എന്നും നടുവിൽ കാണപ്പെടുന്നതിനെ മയോകാർഡിയം എന്നും ഏറ്റവും ഉൾഭാഗത്ത് കാണപ്പെടുന്നതിനെ ഇന്നർ എൻഡോകാർഡിയം എന്നും പറയുന്നു. The pericardium consists of 2 layers. They are, ഇനി ഔട്ടറിൽ കാണപ്പെടുന്ന പെരികാർഡിയത്തിന് 2 ലെയറുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഫൈബ്രസ് പെരികാർഡിയം, സിറസ് പെരികാർഡിയം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും ഔട്ടറിൽ വരുന്നത് ആരായിരിക്കും? ഫൈബ്രസ് പെരികാർഡിയം. അത് കഴിഞ്ഞിട്ടാണ് സിറസ് പെരികാർഡിയം വരുന്നത്. പിന്നെ വരുന്നത് മയോകാർഡിയം. അതായത് പെരികാർഡിയത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ, ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് സിറസ് ഫ്ലൂയിഡ്. നമ്മൾ പെരികാർഡിയം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഫൈബ്രസും സിറസും. ഈ ഫൈബ്രസിൻ്റെയും സിറസിൻ്റെയും ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് സിറസ് ഫ്ലൂയിഡ്. ഇറ്റ് പ്രൊട്ടക്റ്റ് ഹാർട്ട് ഫ്രം ഷോക്ക് ആൻഡ് ജാർസ്. ഈ ഫ്ലൂയിഡ് എന്തിനെ സഹായിക്കുന്നു? നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഷോക്കിൽ നിന്ന്. അതായത് ഷോക്ക് മീൻസ് എവിടെയെങ്കിലും വെച്ച് പെട്ടെന്ന് ഇടിക്കുക, ആക്സിഡൻറ്റ് ആവുക, അല്ലെങ്കിൽ ഷോക്ക് അടിക്കുക, അല്ലെങ്കിൽ ജാസ്, കുലുക്കം, ഹെവി ആയിട്ടുള്ള കുലുക്കം. നമ്മളിങ്ങനെ ഇപ്പോൾ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ബോഡി നല്ലോണം ഹെവി ആയിട്ട് ജാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് സിറസ് ഫ്ലൂയിഡ്. ഓക്കെ.